കഴിഞ്ഞ 10 വീഡിയോകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഹു ആർ യു? നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേരാണോ നിങ്ങൾ? ഇതെന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ. നിങ്ങളുടെ പേര് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ളത് പേരും ഒക്കെ, പക്ഷെ നിങ്ങളാരാ? നിങ്ങളുടെ പേരാണോ നിങ്ങൾ? നിങ്ങളുടെ ജോലിയാണോ? നിങ്ങളുടെ മതമാണോ? നിങ്ങളുടെ രാജ്യമാണോ? നിങ്ങളുടെ വിജയങ്ങളാണോ? അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് ഒഴിവാക്കുക, പേരും അങ്ങോട്ട് ഒഴിവാക്കുക. ഫുൾ മാതാപിതാക്കളും ബന്ധങ്ങളും എല്ലാം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇതെല്ലാം മാറ്റിയാലും അവശേഷിക്കുന്ന എന്താണോ അതല്ലേ നിങ്ങൾ. ഈ നിങ്ങളല്ലേ മറ്റുള്ളതെല്ലാം അറിയുന്നു, നിങ്ങളുടെ പേരിനറിയുന്നു അല്ലേ, നിങ്ങളുടെ ബന്ധങ്ങൾ അറിയുന്നു. ഈ ചോദ്യം നമ്മൾ മനസ്സിലാക്കുന്ന നിമിഷം ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങും. ആദ്യ വീഡിയോയിൽ നമ്മൾ കണ്ടത് ജിജ്ഞാസയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി. രണ്ടാമത്തെ വീഡിയോയിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന ഭയം എങ്ങനെയാണ് നമ്മളെ തടയുന്നത്. മൂന്നാമത്തെ വീഡിയോയിൽ പ്രകൃതിയിൽ നിന്ന് പഠിച്ചുകൊണ്ട് മനുഷ്യൻ എങ്ങനെ വളർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. നാലാമത്തെ വീഡിയോയിൽ നമ്മുടെ ശ്രദ്ധ എവിടെയാണോ നമ്മുടെ ജീവിതം അവിടേക്കാണ് പോകുന്നത് എന്ന് കണ്ടു. അഞ്ചാമത്തെ വീഡിയോയിൽ ഐഡിയകളെ യാഥാർത്ഥ്യമാക്കുന്നത് പ്രവർത്തനമാണ് നമ്മൾ മനസ്സിലാക്കി. ആറാമത്തേതിൽ സമൂഹത്തിൻ്റെ ശബ്ദത്തേക്കാൾ മനസാക്ഷിയുടെ ശബ്ദമാണ് പ്രാധാന്യമെന്ന് പറഞ്ഞു. ഏഴാമത്തേതിൽ വില കുറഞ്ഞ സന്തോഷങ്ങളുടെ കെണിയെക്കുറിച്ച് പഠിച്ചു. എട്ടാമത്തതിൽ നമ്മുടെ അറിവിന് പരിമിതിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ഒമ്പതാമത്തതിൽ ജീവിതത്തിൻ്റെ 4 തൂണുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ ഇതെല്ലാം ഒറ്റ വാക്യത്തിൽ പറയാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മത്സരം മറ്റു ഒരാളുമായിട്ടായിരുന്നില്ല. ഇനി വലിയൊരു സത്യം പറയാം. ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്. പക്ഷേ ഓരോ മനുഷ്യൻ്റെയും സന്തോഷം, ഭയം, സ്നേഹം, പ്രതീക്ഷ, വേദന, സ്വപ്നങ്ങൾ ഇവയെല്ലാം വളരെ അധികം സാമ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഒരാളെ സഹായിക്കുമ്പോൾ നമ്മളിലും എന്തോ നല്ലത് വളരുന്നത്. മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ തന്നെയാണ് നാം വിഷം രൂപപ്പെടുത്തുന്നത്. ആധുനിക മനഃശാസ്ത്രം പോലും പറയുന്നത് കരുണയും നന്ദിയും സഹകരണവും മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തിനും ജീവിത സംതൃപ്തിക്കും സഹായകരമാണ് എന്നാണ്. അതിനാൽ നിങ്ങൾ ലോകത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആദ്യമായി മാറേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന എന്താണോ ആദ്യമായി അത് മാറ്റുന്നത് നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യരെയാണ്. ജീവിതം എന്നതൊരു യുദ്ധമല്ല, അതൊരു യാത്രയാണ്. ഈ യാത്രയിൽ ചില ദിവസങ്ങളിൽ നിങ്ങൾ ജയിക്കും, ചില ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കും. പക്ഷേ ഓരോ ദിവസവും നിങ്ങൾ വളരണം. അതുമാത്രമാണ് പ്രധാനം. ഈ വീഡിയോ സീരീസിൻ്റെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളെ പ്രചോദിപ്പിക്കാം എന്നതല്ല, നിങ്ങളുടെ തലച്ചോറിനെ മനസ്സിലാക്കാൻ, നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളുടെ ബ്രെയിനിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാരണം നിങ്ങളുടെ ബ്രെയിൻ മാറുമ്പോൾ നിങ്ങളുടെ ചിന്ത മാറും, ചിന്ത മാറുമ്പോൾ ശീലങ്ങൾ മാറും, ശീലങ്ങൾ മാറുമ്പോൾ വ്യക്തിത്വം മാറും, വ്യക്തിത്വം മാറുമ്പോൾ വിധിയും മാറും. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 10 വീഡിയോകൾ നിങ്ങൾക്ക് നൽകിയത് ഒരു മാപ്പാണ് അല്ലേ. അത് ഓരോ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ ഒരു മാപ്പ് കണ്ടതുകൊണ്ട് ആരും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല അല്ലേ. യാത്ര ചെയ്യണം ദിവസവും ക്രമമായി. ഇതിന് സഹായിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്, മിന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം, IEAS. എല്ലാ ദിവസവും രാവിലെ 7:30 നടക്കുന്ന ഈ പരിശീലനം അതൊരു മോട്ടിവേഷൻ ക്ലാസ് എന്നല്ല അതിന് പറയുക. നിങ്ങളുടെ ചിന്തയെ, ഊർജത്തെ, ശ്രദ്ധയെ, ശീലങ്ങളെ, ജീവിതത്തിൻ്റെ ദിശയെ പതിയെ പുനർനിർമ്മിക്കുന്ന ഒരു പ്രായോഗിക പരിശീലനം. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ കടന്നു പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വേണ്ട. അത് അവരുടെ കുഴപ്പമില്ല. ജീവിതത്തിൽ പ്രതീക്ഷകളില്ല അവർക്ക്. പ്രശ്നങ്ങൾ തീർന്നിട്ട് വേണ്ടേ പ്രതീക്ഷകളെക്കുറിച്ച് ചിന്തിക്കാൻ? പക്ഷേ പ്രശ്നങ്ങൾ തീർക്കാം, പ്രതീക്ഷകൾ വേണം, സ്വപ്നങ്ങൾ വേണം. അങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വന്തം ബോധതലത്തെ അടുത്ത തലത്തിലേക്ക് ഉയർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പുറത്തേക്ക് കൊണ്ടുവരാൻ, കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനും കൂടുതൽ മൂല്യം സൃഷ്ടിക്കാൻ ആത്മാർത്ഥമായി തയ്യാറുള്ളവർക്കാണ് ഈ യാത്ര. ഏതായാലും ഈ സീരീസിലെ ഒരു ടാസ്ക്, ഇന്ന് രാത്രി ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നിങ്ങളുടെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. ഞാൻ യഥാർത്ഥത്തിൽ ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ ജീവിതം അവസാനിക്കുന്ന ദിവസം വരെ ഞാൻ എന്താണ് ഈ ലോകത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഇന്നു മുതൽ ആ ജീവിതം ആരംഭിക്കാൻ ഞാൻ ചെയ്യാൻ പോകുന്ന ചെറിയ പ്രവൃത്തി എന്താണ്? ഇതിനൊന്ന് ഉത്തരം എഴുതുക. പിന്നീട് അത് വായിച്ച് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് തന്നെ വെക്കുക. ഈ സീരീസിൽ ഞാൻ നിങ്ങളെ ഒരു കാര്യം മാത്രം ഉറപ്പിക്കാനാണ് ശ്രമിച്ചത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി ഉപയോഗിക്കാത്ത അതിശക്തമായ ഒരു ശേഷിയുണ്ട്. അത് പുറത്തു കൊണ്ടുവരാൻ പുറത്തുള്ള ലോകത്തെക്കാൾ നമ്മുടെ ഉള്ളിലെ ലോകത്തെ നാം മനസ്സിലാക്കണം. ഈ 10 വീഡിയോകൾ നിങ്ങൾ കണ്ടു, പക്ഷേ അറിവ് കേൾക്കുന്നത് ജീവിതം മാറ്റില്ല. ആവർത്തിച്ച് പ്രയോഗിക്കുന്ന അറിവാണ് ജീവിതം മാറ്റുന്നത്. അതാണ് ഈ യാത്രയുടെ യഥാർത്ഥ തുടക്കം. നമുക്കിനി അടുത്ത വീഡിയോ സീരീസിൽ കാണാം. താങ്ക് യു വെരി മച്ച്.